സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് ഇട്ടേനല്ലേ വേദി കയറുന്നത് ആണ്. അല്ലാതെ അപ്പൊ ആരും കണ്ടോണ്ടിരിക്കില്ല. സൗന്ദര്യം ഇല്ലാത്തവർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുകയാണെന്ന്, സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരരുതെന്ന് ഞാൻ പറയുള്ളൂ. താങ്കളെ സംബന്ധിച്ച് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് വെളുപ്പാണോ? എന്തോന്ന് വെളുപ്പാണോന്നാ? അല്ല, നമ്മളിപ്പോ ഒരു അച്ഛനും അമ്മയും കറുത്തിരിക്കുമ്പോ കുട്ടികൾ കറുത്തിരിക്കും. അവര് നൃത്തത്തിലേക്ക് കല പഠിക്കാൻ വരുമ്പോ നിങ്ങൾ മത്സരത്തിന് പോണ്ട, പഠിച്ചോളൂ. എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ. മത്സരത്തിന് പോകുമ്പോ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളം തരികയല്ലേ. അങ്ങനെ കറുത്ത ആൾക്കാർ അതെന്തിനാ അങ്ങനെ വെക്കുന്നതിനാ അവര്? അപ്പൊ നിങ്ങൾ ചാനലുകാർ പോയി പറ, നിങ്ങൾ ചാനലുകാര് ആ കോളം എടുത്ത് കളയാൻ പറയണം. ആ സൗന്ദര്യം ഇപ്പൊ ഒരു മേക്കപ്പിന് ഒരു ആർട്ടിസ്റ്റിന് ഒരു കുട്ടിയെ ചെയ്യണമെങ്കിൽ 5000 രൂപ മേടിക്കണം. എന്താ അറിയോ? അതായിക്കോട്ടെ, അപ്പൊ ആ കുട്ടീനെ സൗന്ദര്യം ഉണ്ടാക്കി അങ്ങ് എടുക്കുകയാണ്. മേഡം ഈ സൗന്ദര്യം മേഡം സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് ഇട്ടേനല്ലേ സ്റ്റേജിൽ കയറുന്നത്? മേഡം സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന മേഡവും മേക്കപ്പ് ഇട്ടേനല്ലേ വേദി കയറുന്നത്? ആണ്. അല്ലാതെ അപ്പൊ ആരും കണ്ടോണ്ടിരിക്കില്ല. സൗന്ദര്യം ഇല്ലാത്തവർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുകയാണെന്ന്, സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരരുതെന്ന് ഞാൻ പറയുള്ളൂ. വേദിയിൽ കയറണ തെരുവിൽ കളിച്ചാൽ മതി. കയറിക്കോട്ടെ, വേദിയിൽ കയറിക്കോട്ടെ. അരെ ഞാൻ അതിന് ആരുടെയും പേരും പറഞ്ഞിട്ടില്ല, ജാതിയും മതവും പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കണം. നിങ്ങളെല്ലാരും കൂടെ എന്നെ കൊണ്ട് ആ പേര് അങ്ങോട്ട് പറയിപ്പിക്കണം, അല്ലെങ്കിൽ പ്രശ്നം ഇതാക്കണം. അത്രയല്ലേ ഉള്ളൂ. അല്ല, ഇദ്ദേഹം ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ? റിപ്പോർട്ടർ ചോദിക്കണം, നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഉറപ്പുണ്ടോന്ന് എനിക്ക്. അല്ല, അത് എന്റെ സൗന്ദര്യത്തിന്റെ ചോദ്യം ചെയ്യാനാണോ നിങ്ങൾ? മേഡം എനിക്ക് സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്. ഞാൻ ആരും സൗന്ദര്യം ഒരു വ്യക്തി തനിക്ക് തെളിവുണ്ടാ? ഇയാൾക്ക് തെളിവുണ്ടാ? ഞാൻ കറുത്തവർക്ക് സൗന്ദര്യം ഇല്ല നിങ്ങളൊക്കെ വീട്ടിലിരുന്ന് പറയാറുണ്ടാ? ഇല്ല, ആര് പറഞ്ഞു? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നമുക്ക് വന്നാലേ പറ്റുള്ളൂ. ആ സൗന്ദര്യം എന്റെ ഒരു കലാകാരന് അടിസ്ഥാനം സൗന്ദര്യം എന്നുള്ള സങ്കല്പത്തിന് അടിസ്ഥാനം നിറമാണ് എന്ന് മാഡത്തിന് എങ്ങനെയാണ് അത് അടിവരയിട്ട്? എന്റെ സ്വന്തം അഭിപ്രായം പറയാൻ എനിക്ക് ആരുടെയും ചെലവില്ല. മാഡം ഒരു കലാകാരിയാണ്. ആയിക്കോട്ടെ, ഒരു സമൂഹത്തിനെ കൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമൂഹത്തിനെ കൊണ്ട് ഇപ്പൊ ഒരു ഗുണമില്ല. ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു, എന്റെ കുട്ടികള് എനിക്ക് ഫീസ് തരുന്നു, ഞാൻ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നു. അത്ര. അല്ലാണ്ട് എനിക്ക് സമൂഹത്തിൽ ഇറങ്ങിയിട്ടേ പാരിതോഷികങ്ങളോ അവാർഡുകളോ ഒന്നും കിട്ടാറില്ല. പിന്നെ അസ്വസ്ഥത അത് എനിക്ക് തന്നെ അഭിപ്രായപ്പെടുന്ന കൈരളി ചാനലിനെ അറിയിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അതെ, ഒരു കാര്യം, 24 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിന്റെ കുറച്ച് ഭാഗമാണ് ഇത് പുറത്തു വന്നത്. ആദ്യമേ പറയുന്നുണ്ട്, ഈ ആരോപണം ഉയർത്തിയ വ്യക്തി മാഡത്തിനെതിരെ, അതായത് ആദ്യകാലങ്ങളിൽ മാഡത്തിനെതിരെ കുറച്ച് ഫോൺ കോളുകൾ മറ്റു പുറത്തു കൊണ്ടുവന്ന് മാഡത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. അല്ല, ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. ആ വീഡിയോയിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ട് പുറത്തോട്ട് കാണിക്കേ. ആയിക്കോട്ടെ ഇതെന്തൊരു പാട്. ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഒരിക്കലും ഇല്ല, അവഹേളിച്ചിട്ടില്ല. ഞാൻ സമൂഹത്തെ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു, അത്രയേ ഉള്ളൂ. മേഡം പല വേദികളിലും കയറാറുണ്ടല്ലോ, ഈ കറുത്ത ആളുകളുള്ള വേദിയിൽ സദസ്സിൽ മേഡം കയറാറുണ്ടോ? ഇതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മളവിടെ ചെല്ലുമ്പോ കറുത്ത ആൾക്കാരുണ്ടോ വെളുത്ത ആൾക്കാരുണ്ടോ നമ്മൾ ചോദിച്ചിട്ട്, കറുത്ത ആൾക്കാർ മത്സരിച്ചാലാണ് പ്രശ്നമല്ല, അവർക്ക് മുന്നിൽ മത്സരിക്കുമ്പോ അതിന് സൗന്ദര്യത്തിന് കോളുള്ളതുകൊണ്ടല്ലേ. സൗന്ദര്യം ഇല്ലാത്തവരുടെ മുന്നിൽ കളിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മള് സൗന്ദര്യം ഇല്ലാത്ത കുട്ടിക്ക് കൊടുക്കുമ്പോഴേ അത് പ്രശ്നമാവുന്നുണ്ട്. അപ്പോഴോ